ഭക്തിയുടെ നിറവിൽ അയ്യപ്പ തിന്തകത്വവും പാടി എരുമേലി പേട്ടതുള്ളൽ. അമ്പലപ്പുഴക്കാർ തുടങ്ങിവെച്ച ഭക്തിയുടെ ചുവടുകൾ ഉച്ചതിരിഞ്ഞ് ആലങ്ങാട്ടുകാർ പിന്തുടരും. വ്രതം നോറ്റ് മാലയിട്ട ഭക്തർ ഇവിടെ വാവരുപള്ളി വലം വെച്ചാണ് തീർത്ഥാടന മല ചവിട്ടുന്നത്. എരുമേലിയിൽ നിന്ന് CK അഭിലാൽ. അഭിലാൽ, എങ്ങനെയാണ് പേട്ടതുള്ളൽ പുരോഗമിക്കുന്നത്? ഭക്തിയുടെയും അതോടൊപ്പം തന്നെ മതസൗഹാർദ്ദത്തിന്റെയും അതുല്യവും അനുഭവമായ ദൃശ്യങ്ങളാണ് എരുമേലി പങ്കുവെക്കുന്നത്. അമ്പലപ്പുഴ സംഘാംഗങ്ങളാണ് ഇതിന് തുടക്കമിട്ടിട്ടുള്ളത്. അതിരാവിലെ തന്നെ തുടക്കം ഇട്ട ഘോഷയാത്ര ഉച്ചയ്ക്ക് ഏറെക്കുറെ 12 മണിയോടുകൂടിയാണ് ചെറിയ പേട്ട ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. അവിടെ നിന്നും പുറപ്പെട്ട ഘോഷയാത്രയെ സ്വീകരിച്ചത് മുസ്ലിം പള്ളിയിൽ നിന്നുള്ള പുരോഹിതരും ജനപ്രതിനിധികളും അടങ്ങുന്ന വലിയ സംഘമാണ്. തുടർന്ന് ഘോഷയാത്ര ഗജവീരന്മാരടക്കം വാവര് പള്ളിക്കുള്ളിൽ കടന്ന് വലം വെച്ച ശേഷമാണ് പുറത്തിറങ്ങിയത്. അതുവരെ അന്തരീക്ഷത്തിലാകെ മുഴങ്ങിക്കേട്ടത് അയ്യപ്പ ചരിതവും അതോടൊപ്പം തന്നെ ശരണം വിളികളുമായിരുന്നുവെങ്കിൽ പിന്നീട് മുഴങ്ങിക്കേട്ടത് വാവര് പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വിളികളാണ്. അങ്ങനെ ഭക്തിയുടെയും അതോടൊപ്പം തന്നെ മതസൗഹാർദ്ദത്തിന്റെയും വേറിട്ട ഒരു മാതൃക കൂടി ഒരിക്കൽ കൂടി തീർക്കുകയാണ് ഈ മേഖല. അത് കേരളത്തിനൊരു പുതിയ അർത്ഥതലം തന്നെ നൽകുന്നുണ്ട് എന്ന് തന്നെ വേണം വിലയിരുത്താൻ. അതിനുശേഷം പുറപ്പെട്ട പേട്ടതുള്ളൽ ഇപ്പോൾ വലിയ ക്ഷേത്രത്തിലേക്ക് സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്തിച്ചേരും. അതിനുശേഷം ഉച്ചയ്ക്ക് 2:30 ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിക്കും. അത് മാനത്ത് വെള്ളി നക്ഷത്രം തെളിയുന്നതാണ് ആരംഭത്തിനുള്ള സൂചനയായി അവർ കണക്കാക്കുന്നത്. അതുതന്നെയാണ് കാലാകാലങ്ങളായി തുടർന്നു വരുന്ന രീതിയും. 250ഓളം പേരാണ് അമ്പലപ്പുഴയിൽ നിന്നും പേട്ടതുള്ളലിന്റെ ഭാഗമായി വിവരങ്ങളാണ് അഭിലാൽ പങ്കുവച്ചത്.